ഓഹരി വിപണിയിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് വൻകിട കമ്പനികളുടെ IPO പ്രളയമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദേശത്തു നിന്നുള്ള ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളുടെ നിക്ഷേപങ്ങളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊരു NRI ആണെങ്കിൽ ഗൾഫിലിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും പുതിയ IPOകളിൽ എങ്ങനെ നിക്ഷേപിക്കാം? ഇതിലൂടെ മികച്ച ലിസ്റ്റിംഗ് ഗെയിനും ദീർഘകാല സമ്പത്ത് സമാഹരണവും എങ്ങനെ സാധ്യമാക്കാമെന്ന് വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ആദ്യമായി പ്രവാസികൾ മനസ്സിലാക്കേണ്ടത് ഒരു NRIക്ക് ഇന്ത്യൻ IPOകളിൽ അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നതാണ്. ഒരു NRIക്ക് IPOകളിൽ പങ്കാളിയാകാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത്. 1. NRI അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ട്. 2. ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്. 3. ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. ഇവിടെ പല പ്രവാസികൾക്കും ഉണ്ടാകുന്ന പ്രധാന സംശയം NRI അക്കൗണ്ട് ഉപയോഗിക്കണമോ അതോ NRO അക്കൗണ്ട് ഉപയോഗിക്കണമോ എന്നതാണ്. നിങ്ങളുടെ നിക്ഷേപ തുക വിദേശത്തു നിന്നും അയച്ച പണമാണെങ്കിൽ നിക്ഷേപ തുകയും അതിൽ നിന്നുള്ള ലാഭവും പൂർണ്ണമായും തിരികെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ NRI അക്കൗണ്ട് വഴി ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് അപേക്ഷിക്കണം. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണ് എങ്കിൽ, ഉദാഹരണത്തിന് വാടക, ഡിവിഡൻസ് എന്നിവയൊക്കെ ആണെങ്കിൽ NRO അക്കൗണ്ട് വഴിയും അപേക്ഷിക്കാവുന്നതാണ്. NRO വഴി നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണങ്ങളും ഉണ്ടാകും. ഇനി IPOകളിൽ അപേക്ഷിക്കുമ്പോൾ NRIകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി UPI വഴിയുള്ള അപേക്ഷകർ. നിലവിൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് UPI വഴി 5 ലക്ഷം രൂപ വരെ IPOകളിൽ നിക്ഷേപിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രവാസി ബാങ്ക് അക്കൗണ്ട് അബ്സ സൗകര്യം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി നേരിട്ട് അപേക്ഷിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇതിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നത് വരെ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യപ്പെടുക മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിൽ നിന്ന് പിടിക്കപ്പെടുകയില്ല. അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഈ പണം തനിയെ അൺബ്ലോക്ക് ആകുന്നതാണ്. രണ്ടാമതായി ടാക്സേഷൻ അല്ലെങ്കിൽ ആദായ നികുതി. IPO ലിസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഉയർന്ന ലാഭത്തോടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പരിധിയിൽ വരും. ലിസ്റ്റ് ചെയ്ത് 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയി കണക്കാക്കും. NRIകൾക്ക് ഓട്ടോമാറ്റിക്കായി TDS ഈടാക്കുന്നതിനാൽ നിങ്ങളുടെ ലാഭവിഹിതം അക്കൗണ്ടിൽ വരുമ്പോൾ തന്നെ നികുതി കുറച്ചാണ് ലഭിക്കുക. ഒരു പുതിയ IPOയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് പ്രവാസികൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. 1. കമ്പനിയുടെ ഫണ്ടമെന്റൽസ്. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത, മുൻകാല കടബാധ്യതകൾ, ലാഭക്ഷമത എന്നിവ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് വഴിയാണ് പരിശോധിക്കുക. ഗ്രേ മാർക്കറ്റ് പ്രീമിയം. വിപണിയിൽ ഈ IPOയ്ക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ GMB സഹായിക്കും. എന്നാൽ GMB മാത്രം നോക്കി നിക്ഷേപ തീരുമാനം എടുക്കരുത്. ഇഷ്യൂ പ്രൈസ് ആൻഡ് വാല്യുവേഷൻ. കമ്പനി ഓഫർ ചെയ്യുന്ന ഓഹരി വില ന്യായമാണോ എന്ന് മറ്റ് സമകാലിക കമ്പനികളുമായി താരതമ്യം ചെയ്യുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോ സുരക്ഷിതമാക്കാനും മികച്ച ആദായം ഉറപ്പാക്കാനും ശരിയായ നിക്ഷേപ തന്ത്രങ്ങൾ ആവശ്യമാണ്. ഗൾഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം കൃത്യമായ അറിവോടെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തും. അനാവശ്യമായ ഊഹാപോഹങ്ങളിൽ വീഴാതെ കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം IPOകളിൽ നിക്ഷേപിക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സ്വന്തമായി പഠിക്കുകയോ ഒരു SEBI രജിസ്ട്രേഡ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയോ ചെയ്യുക.